ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ മുളക് കറിയാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് തയ്യാറാക്കിയത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 കഷ്ണം കുടംപുളി, പിന്നെ ഒരു 6-7 അല്ലി ചെറിയ ഉള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ ഒരു അല്പം വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ തക്കാളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 കാശ്മീരി മുളക് നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ച് പേസ്റ്റ് ആക്കിയതാണിത്. ഇപ്പോൾ മുളക് പൊടി തീർന്നത് കൊണ്ടാണ് മുളക് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ കറി വെക്കാനായിട്ട് ചട്ടി ചൂടായതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 സ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടൊന്ന് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കൂടെ തന്നെ നമ്മൾ അരച്ച മുളകിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നതിനായിട്ട് നമ്മൾ അല്പം സമയം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒരല്പം ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ കുറച്ചുകൂടി നമ്മൾ വെള്ളം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നേരത്തെ മാറ്റി വെച്ചിരുന്ന 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ തിളച്ചതിന് ശേഷം ചെറിയ തീയിലേക്ക് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അല്പനേരം കൂടി ഒന്ന് തിളച്ച് കറി ഒന്ന് കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം.